തെമ്മാടികളെ നിങ്ങൾക്കിനിയും മാപ്പില്ല. വേറെ സന്ധ്യാസമയത്ത് ഇരുട്ടിന്റെ മറപിടിച്ച് ഒറ്റവാക്കിൽ പറയുന്നു, നൂറുകണക്കിന് ആളുകളെ കേരളത്തിൽ കൊലപ്പെടുത്തി, ഏരൂരിൽ 5 പേരെ കൊലപ്പെടുത്തി. പക്ഷേ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഇവന്റെയൊക്കെ കുടുംബത്തിൽ 2 വർഷം കഴിയുമ്പോൾ പരോൾ കിട്ടാൻ പോലും ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ ഉറക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം 2 വർഷത്തേക്ക് പിണറായിയുടെ കാലത്ത് സുഖവാസമാണ് ജയിലിലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന് ഏത് കുഞ്ഞിനും അറിയാം, ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഈ കൊലപാതകം ഏറ്റവും അവസാനത്തെ കൊലപാതകമാകാൻ മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിക്കണമെന്നാണ് ഞങ്ങൾക്ക് CPM-ന്റെ നേതൃത്വത്തോട് അറിയിക്കാനുള്ളത്, ആവശ്യപ്പെടാനുള്ളത്. ഐലറയിൽ ഏരൂരിൽ അടക്കം ഏരൂർ പഞ്ചായത്തിൽ 5-ലേറെ കൊലപാതകങ്ങളാണ് CPM, 5-ലേറെ കോൺഗ്രസ് നേതാക്കളെ, പ്രവർത്തകരെയാണ് CPM കൊന്നൊടുക്കിയത്. ഏറ്റവും അവസാനം കിഴക്കൻ മേഖലയാകെ, ഈ ജില്ലയാകെ വേദനിപ്പിക്കുന്ന രാമഭദ്രന്റെ കൊല. രാമഭദ്രൻ ഒരു ക്രിമിനൽ ആയിരുന്നില്ല. അദ്ദേഹം അരുംകൊല ചെയ്യപ്പെടുമ്പോൾ ഒരു കേസിലും പ്രതിയായിരുന്നില്ല, കോടതിയിൽ പോയിട്ടില്ല, പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല. പിഞ്ചു മക്കളുടെയും ഭാര്യയുടെയും മുമ്പിലിട്ട് അദ്ദേഹത്തെ 32 വെട്ടുവെട്ടി കൊല്ലുമ്പോൾ രാമഭദ്രൻ ഈ പ്രദേശത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ സഹായിക്കുന്നു എന്ന ഒരു കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി, ഈ ജില്ലയിലെ കോൺഗ്രസ് പാർട്ടി ഈ കേസ് നടത്താൻ തുനിഞ്ഞിറങ്ങിയപ്പോ ഞങ്ങൾ ഒറ്റക്കെട്ടായി, ഈ പ്രദേശത്തെ നേതാക്കന്മാർ ഒറ്റക്കെട്ടായി ശ്രീ ഏരൂർ സുഭാഷിനെ ഇതിന്റെ ഈ കേസിന്റെ നടത്തിപ്പ് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി. കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരും UDF-കാരും എല്ലാവരും ആ കേസിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും കേരളത്തിലെ CPM-ന് വിടുപണി ചെയ്യുന്ന കേരള പോലീസ് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ഡൽഹിയിലടക്കം പോയി നിയമവിദഗ്ധരെ കണ്ട് സംസാരിക്കുകയും CBI ഈ കേസ് ഏറ്റെടുക്കാൻ കോടതിയിൽ പോവുകയും ചെയ്തത് ശ്രീ ഏരൂർ സുഭാഷാണ്. അതിൽ ചില ആളുകൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നവർ ചെയ്ത പ്രവർത്തിക്ക് അനുസൃതമായ ശിക്ഷ ലഭിച്ചിട്ടില്ല എന്ന തോന്നൽ ഈ ഏരൂരിലെ പൊതുസമൂഹത്തിന് പൊതുവെ ഉണ്ട്. അത് ഞങ്ങൾ ഉയർന്ന നിയമവിദഗ്ധരുമായും പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് അത്തരക്കാർക്കെതിരെ വീണ്ടും അപ്പീൽ പോകുന്ന കാര്യം ഞങ്ങൾ തീരുമാനിക്കും. ഇത് ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ടാക്കിയ ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഏരൂരിലെ കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 14 വർഷമായി ഈ നിയമ പോരാട്ടത്തിന് പുറകിലാണ്. അതിന് ഒരു നേതൃത്വം കൊടുത്തുകൊണ്ട് ശ്രീ ഏരൂർ സുഭാഷ് ഉണ്ടായിരുന്നു. ഈ നിയോജക മണ്ഡലത്തിലെ, ഈ ബ്ലോക്കിലെ, ഈ പ്രദേശത്തെ മുഴുവൻ നേതാക്കന്മാരും അവർ ഈ കേസിനാവശ്യമായ എല്ലാവിധ സാമ്പത്തിക സഹായങ്ങളും പുറത്തുനിന്നല്ലാതെ കോൺഗ്രസ് നേതാക്കന്മാർ നേരിട്ട് തന്നെ നൽകി, നേരിട്ട് തന്നെയാണ് കോൺഗ്രസ് ഈ കേസ് നടത്തിയത്. ഈ കേസിൽ ഇപ്പോഴുണ്ടാകുന്ന വിജയത്തിൽ ഈ നാടിലെ ജനങ്ങളോടൊപ്പം, ആ കുടുംബത്തോടൊപ്പം കോൺഗ്രസിന്റെ മുഴുവൻ പ്രവർത്തകരും അഭിമാനം കൊള്ളുന്നു, ആഹ്ലാദിക്കുന്നു.